ഗായ്സ്, വെൽക്കം ടു മൈ ആമീസ് വ്ലോഗ്. അപ്പം ഞാനൊന്ന് കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഫങ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഇന്നാണ് ഫങ്ഷൻ്റെ ദിവസം, കുട്ടത്താണ് ഫങ്ഷൻ. അപ്പം ഉണ്ണിമാമനാണ് വണ്ടി ഓടിക്കുന്നത്. ലച്ചുവിന് കറക്റ്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇരിക്കാൻ. ലച്ചുവിന് ഇഷ്ടപ്പെട്ട സീറ്റാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു പോകുന്നതിൽ. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കലാണ്. ആദ്യം തന്നെ എൻ്റെയും ലല്ലുവിൻ്റെയും ലച്ചുവിൻ്റെയും അമ്മമ്മൻ്റെയും ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരു ഫോട്ടോ എടുത്തു. പിന്നെ മിന്നിമാമിൻ്റെയും ഉണ്ണിമാമൻ്റെയും ഫോട്ടോ എടുത്തു. ലല്ലുവിന് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ലല്ലു വന്നില്ല. ലല്ലു പറഞ്ഞു എനിക്ക് ആമീൻ്റെയും ലച്ചുവിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫങ്ഷൻ്റെ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫറൊക്കെ വന്ന്. നന്ദുമാമി ഉടുത്ത സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുമല്ല, അതിലിട്ടിട്ട് കാണാനും നല്ല രസമുണ്ട്. നന്ദുമാമീൻ്റെയും അഖിലിമാമൻ്റെയും കുറേ ഫോട്ടോഗ്രാഫർ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോയും എടുത്തു തന്നു. അമ്മമ്മേൻ്റെ ഇപ്പുറത്തേക്കുന്നത് അമ്മമ്മേൻ്റെ ഏട്ടനാണ്, അങ്കൊച്ചച്ഛൻ. പിന്നെ അച്ചച്ചനും അമ്മമ്മയും അഖിലിമാമനും നന്ദുമാമയും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് അച്ചച്ചൻ്റെ അമ്മമ്മൻ്റെ ഒരു ഫോട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നു. ബിരിയാണി ആയിരുന്നു ഫുഡ്. നന്ദുമാമിയും അഖിലിമാമനും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഓരോരുത്തരായി ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി. സ്റ്റേജിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. ക്യാമറാമാൻ നമ്മളെ കുറേ ഫോട്ടോ എടുത്തു തന്നു. ഞാൻ പുതിയ ഷൂ ഇട്ടതുകൊണ്ട് ഞാനിങ്ങനെ ഷൂ പൊക്കിയിട്ടായിരുന്നു ഇങ്ങനെ കാണിച്ച് ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങൾ കുറേ പേര് ഷറാറയാണ് ഇട്ടത്. നന്ദുമാമിയും അഖിലിമാമനും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം അവരുടെ കൂടെ ഫോട്ടോ എടുപ്പായി ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഏകദേശം ഒരു 3 മണിയായപ്പോൾ നമ്മൾ കുട്ടത്തുനിന്ന് മൂത്തമ്മേൻ്റെ വീട്ടിലോട്ടേക്ക് പോവാണ്. കണിയാരം വീട്ടിൽ പോയിട്ടാണ് മൂത്തമ്മേൻ്റെ വീട്ടിൽ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ടേക്ക് തിരിച്ച് പോവുകയാണ്. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. മൂത്തമ്മേൻ്റെ വീട്ടിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി വിട്ട് പോകുന്ന വഴിയിൽ നല്ല മഴ ഉണ്ടായിരുന്നു. ലച്ചു വണ്ടിയിൽ നിന്ന് ഉറങ്ങിയായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയൊന്നുമില്ല. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.